എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്. നമ്മുടെ കൊറിയർ കൊല്ലം ജില്ലയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. ഇതിനകത്ത് വന്നിരിക്കുന്നത് എനിക്ക് മെസ്സേജ് വാട്സപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഇതിനകത്ത് ഒരു AC ബോർഡാണ്. ട്രാൻസ്ഫോമർ, വോൾട്ടാസ് AC റിമോട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ബാറ്ററി ഉണ്ട്. ഓക്കെ, ഓക്കെ. അപ്പോൾ കസ്റ്റമർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൺ ആകുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻ്റാണ് പറഞ്ഞിരിക്കുന്നത്. നോ സ്റ്റാൻഡ് ബൈ, നോ പവർ ഇഷ്യൂ എന്നുള്ള ഒരു കംപ്ലൈൻ്റാണ്. നമുക്കിത് ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കാം. മോട്ടർ, ഡിസ്പ്ലേ, സെൻസർ ഒക്കെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പവറും കൂടെ ഒന്ന് കൊടുക്കാം. ന്യൂട്രൽ AC മോട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പവർ സപ്ലൈ കൊടുത്ത് നോക്കാം. യാതൊരുവിധ അനക്കങ്ങളുമില്ല. ഒരു ഹമ്മിങ് ഉണ്ട്. അതിപ്പോൾ ട്രാൻസ്ഫോമറിന് ചെറിയൊരു ഹമ്മിങ് ഉണ്ട്. ഇവിടെ ഈ ഒരു നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻ അല്ലേ, ഈ ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻ ലൂസാണ്. അതുകൊണ്ടിട്ടാണ് ഇത് ഓൺ ആവാതിരുന്നത്. അത് വിടുമ്പോഴത്തേക്കും ഓൺ ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഇതാണ്. ഈ നമ്മുടെ ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന ഈ പച്ച കളർ വയറ്, ഈ പച്ച കളർ വരുന്ന ആ ജാക്ക് ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ആ ഒരു കണക്ഷൻ മുഴുവനായിട്ടും ഇതായിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ആ ഒരു സർക്യൂട്ട് മുഴുവൻ നല്ല രീതിയിൽ സോൾഡർ ചെയ്തിട്ടുണ്ട്, ഇളകി പോവാത്ത രീതിയിൽ. ഓക്കെ, ഇനി നമുക്കൊന്നും കൂടെ സപ്ലൈ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം.
ഓക്കെ. ഇതിൽ ഈ ഒരു കണക്ടറിൻ്റെ മാത്രമായിരുന്നു കംപ്ലൈൻറ്റ് കണ്ടത്. അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് അയച്ച ആളെ ഇവിടുന്ന് വിളിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്ക് ചെയ്ത് ഒരു 5 മിനിറ്റ് വരെയൊക്കെ വർക്ക് ചെയ്യുക, അത് കഴിഞ്ഞ് താനെ ഫുള്ളായിട്ട് സെറ്റങ്ങ് ഓഫായി പോകും. ഒരുപക്ഷെ ഈ ഒരു കണക്ടർ അന്നേരം പൊട്ടിയിട്ട് അതിൻ്റെ ലൂസ് കോണ്ടാക്റ്റ് കൊണ്ടായിരിക്കും ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫായി പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഞാനത് വിളിച്ച് സംസാരിച്ചതിനിടയ്ക്ക് ഒരു 10 മിനിറ്റോളം ആയി ഞാനിത് ഓൺ ചെയ്തിട്ടിട്ട്. പക്ഷേ ഇതുവരെ ഇത് പോയിട്ടില്ല. അപ്പോൾ ഇത് ഈ ഒരു ഇതിൻ്റെ മാത്രമായിരിക്കും പ്രശ്നമെന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്തായാലും ഈ ബോർഡ് റെഡി ആയിട്ടുണ്ട്. വേറെ കംപ്ലൈൻ്റ് ഒന്നും ഞാൻ ഇതുവരെയും കാണുന്നില്ല. ഇപ്പോൾ നോക്കാം നമുക്ക്. അതിൻ്റെ ഇൻഡോർ ഫാൻ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഔട്ട്ഡോർ യൂണിറ്റ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഈ ബോർഡ് നമുക്ക് റിട്ടേൺ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.